ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ എന്താ വന്നിരിക്കുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഒരാൾക്ക് കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ 500 രൂപയ്ക്ക് 3 സാരി വാങ്ങിയിട്ടുള്ള ഓഫറിലൊക്കെ വാങ്ങിയിട്ടുള്ളത് കണ്ടിട്ടുള്ളവർക്കാണെന്നെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. അതിലുള്ള രണ്ടാമത്തെ സാരിയാണിത്. അപ്പോൾ ആ സാരി കൊണ്ട് ഒരു വെസ്റ്റേൺ ടച്ചിലൊരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോസും അതേപോലെ തന്നെ പിന്നീട് ഞാനൊരു സാരി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത വീഡിയോസും അത്യാവശ്യം റീച്ച് കയറിയിട്ടുണ്ട്. അതായത് 1.1K നമ്മുടെ സാരീൻ്റെ വീഡിയോക്കും അതേപോലെ തന്നെ നമ്മുടെ സാരി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാറിൻ്റെ വീഡിയോക്കും ഒരു 890 1Kൻ്റെ അടുത്താവാനും ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, എല്ലാവരോടും താങ്ക്സ്ഫുള്ളാണ് കേട്ടോ. അപ്പം അതേ സപ്പോർട്ട് ഇതിലേക്കും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ സാരി വെച്ചിട്ട് നമുക്കൊരു വെസ്റ്റേൺ ടച്ചിലൊരു ടോപ്പ് തയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം എക്സ്ട്രാ വേറെ ചുരിദാറും അതേപോലെ തന്നെ ഒരു വെസ്റ്റേൺ ടച്ചിലൊരു ചെറിയൊരു ടോപ്പും തയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ സാരി കൊണ്ട്. അപ്പോൾ അതിൻ്റെ മുന്താണി ഭാഗത്ത് കുറച്ചൊരു കളർഫുൾ ആയിട്ടുള്ള ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഭാഗം വെച്ചിട്ട് വേണം എനിക്ക് ഒരു വെസ്റ്റേൺ ടച്ചിലൊരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തുണി ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ സാരി പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം എനിക്കൊരു 34 ലെങ്ത്ത്, ഒരു 34-35 ലെങ്ത്താണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ട് ഞാൻ കുറച്ച് വീതിക്കും ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കാം. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ കാർഡിലോ ഒക്കെ കൊടുക്കാം. അപ്പോൾ ആ ഒരു കാർഡ് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നോർമൽ ടോപ്പല്ല, കുറച്ച് സ്ലിറ്റൊക്കെ വരുന്ന ടൈപ്പ് ടോപ്പാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വീതിയിലൊക്കെ വേണം കേട്ടോ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വീതിയിലാണ് നമ്മൾ സ്ലിറ്റ് ഇടുമ്പോൾ കുറച്ച് ക്ലോത്ത് അത്യാവശ്യം വേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാനിവിടെ കൈക്കുയിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷേപ്പൊന്നും കട്ട് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ നേരെ ലെങ്ത്തായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ബേക്കത്തെ ക്ലോത്തിൽ മാത്രം മതി നമ്മൾ നോർമൽ കട്ട് ചെയ്തെടുക്കുക, കുറച്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാത്തതും അത്യാവശ്യം നല്ല വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ബോഡി പാർട്ടിലുള്ള ജസ്റ്റ് നമ്മൾ കൈക്കുയിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഒരു വി നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ റൗണ്ട് നെക്കും അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഞാനൊരു വി നെക്കും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ കൈക്കുയിൻ്റെ ആ സെൻറ്റർ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വേണം നമുക്ക് സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബാക്കി വരുന്നത് ഒരു 2 സൈഡിലായിട്ട് സ്ലിറ്റ് കൊടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് സ്ലിറ്റും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ആ ഒരു വലിയ ക്ലോത്ത് ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം 2 സൈഡിലായിട്ട് ഇതേമാതിരി സ്ലിറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ കൂടെ ഒരു കട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് നമ്മൾ മടക്കി അടിക്കൂലേ, അതേപോലെ ഞാനൊന്ന് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അത് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് അളവൊക്കെ എടുത്ത് മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ജസ്റ്റ് പിന്നോ ബീഡ്സോ കാര്യങ്ങളൊക്കെ കുത്തിയിട്ട് ഇതേമാതിരി സ്ലിറ്റ് കാര്യങ്ങൾ നല്ല പെർഫെക്ഷനിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്, അത് ഞാനിതിൽ ഉൾപ്പെടുത്തട്ടോ. വേറൊരു ഐഡിയ എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളത്. ഇത് പിന്നെ നമ്മുടെ ബാക്ക് പാർട്ട് ഞാൻ പറഞ്ഞല്ലോ, അത്രയും തന്നെ വീതി വേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ചൊരു വീതിയിൽ നമ്മുടെ ബോഡിനേക്കാളും കുറച്ചൊരു വീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സ്ലീവാണ്. സ്ലീവിൻ്റെ ബോർഡ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതും കണ്ടവർക്കറിയാം. അപ്പോൾ ആ ബോർഡ് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ സ്ലീവും കൂടി എടുക്കുകയാണ്. ഇവിടെ സ്ലീവ് എനിക്ക് ഒരു 23 ഇഞ്ചാണ് സ്ലീവ് ഫുൾ ലെങ്ത്തിന് വേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ ഏകദേശം തുണി വരുന്നത് ആകെ 14 വരുന്നുള്ളൂ. അപ്പോൾ ആ 14 എടുത്തിട്ട് ബാക്കി പിന്നെ വേറൊരു കട്ട് പീസും കൂടി വെച്ചിട്ട് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ളതിൽ ഞാൻ അത് സ്ലീവിൻ്റെതും ബോർഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ അളവെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തുണി പിന്നെ ബാക്കി വന്നതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന എൻഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് കട്ടാക്കിയിട്ട് വൃത്തിയാക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ബാക്കി വരുന്നത് ഇതേപോലെ തന്നെ ഒരു 7 മീറ്ററോളം നമുക്ക് പിന്നെ വേണ്ടി വരുന്നുണ്ട്. 7-8 മീറ്ററോളം വേണ്ടി വരുന്നുണ്ട്. അതിനൊരു ഇതേപോലെ തന്നെ ബാക്കി നമ്മൾ കട്ടാക്കിയിട്ടുള്ള ക്ലോത്ത് കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്, നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ഇങ്ങനെ വൃത്തിയല്ലാതെ വരുന്ന ഭാഗങ്ങൾ കുറച്ചും കൂടി അവിടെ ഇവിടെ വരുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് കട്ടാക്കി വൃത്തിയാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നമാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ആദ്യം തന്നെ നെക്കാണ് ചെയ്യുന്നത് കേട്ടോ. നെക്ക് ചെയ്യുന്നത് ഞാനൊരു കട്ട് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലൈനിങ് കാര്യങ്ങൾ കൊടുക്കുന്നില്ല, കാരണം ഈ സാരി അത്യാവശ്യം കട്ടുള്ള സാരിയാണ്, ലൈനിങ് കൊടുക്കുന്നില്ല. ബേക്കിൽ ഒരു ചെറിയ കട്ട് പീസ് വെച്ചിട്ട് ജസ്റ്റ് ഞാനൊരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ നോർമലായിട്ട് ചെറിയൊരു കട്ട് പീസ് വെക്കില്ല, അങ്ങനെ കട്ട് പീസ് വെച്ചങ്ങാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ വി നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ, 2 പീസായിട്ട് മുറിച്ച് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ് ഓരോ ഇഞ്ച് വിട്ടിട്ട് നമുക്ക് വര ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ബീഡ്സോ കാര്യങ്ങളോ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ അതിനേക്കാളൊക്കെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമുണ്ട്. നമ്മൾ ഞാൻ കാണിച്ചു തരാം, ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, ഞാൻ പറയുന്നതിനേക്കാളും ബെറ്റർ അതായിരിക്കും. അപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വി നെക്കാണല്ലോ കൊടുത്തത് ഫ്രണ്ടിൽ, അപ്പോൾ വി നെക്ക് അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ബീഡ്സ് വെച്ചിട്ട് ചെയ്യാമെന്ന്. പിന്നെ അതിനേക്കാളും എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വലിയ ഇതിൽ നമ്മൾ മെഷീനിൽ വലുതായിട്ട് അടിക്കൂല, നമ്മൾ ചെറിയ സ്റ്റിച്ചിങ് അല്ലാതെ വലിയ സ്റ്റിച്ചിങ് കൊടുക്കുന്നതിൽ ഒരു ഇതിൽ ജസ്റ്റ് അടിച്ചിട്ട് അതിൻ്റെ ഒറ്റ നൂല് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ തന്നെ നല്ല സ്ലിറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. നമ്മൾ അളവ് കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതേമാതിരി ഇങ്ങനെ നൂല് വലിച്ച് ആ ഒരു സ്ലിറ്റ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്ഷനിൽ വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, അതായത് ഇതേപോലെ നന്നായിട്ട് ചെറിയ സ്ലിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ സ്ലിറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇനി അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. പിന്നെ നൂല് പൊട്ടാതെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ നൂലിങ്ങനെ വലിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നൂല് പൊട്ടിപ്പോയാൽ പിന്നെയും നമുക്ക് വീണ്ടും അടിക്കേണ്ടി വരും. അപ്പോൾ നൂല് പൊട്ടാതെ ജസ്റ്റ് ഞാനിങ്ങനെ ചെറിയ ചുരുക്കുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇനി അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വെച്ചാൽ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്യുക, അതേപോലെ തന്നെ വേറെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് മറ്റേത് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു നടുവിൽ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ വെച്ചിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു ടോപ്പിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ലാസ്റ്റ് എൻഡ് ഭാഗത്ത് നമ്മൾ സെൻറ്റർ കൂടി ചെയ്തില്ല, അതിൻ്റെ ലാസ്റ്റിലേക്ക് ഒരു ചെറിയൊരു ഓപ്പണും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ബാക്ക് പാർട്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, പിന്നെ സ്ലീവ് വെക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് വെക്കുന്ന പരിപാടിയാണ്. സ്ലീവ് വെക്കുമ്പോൾ സെൻറ്ററിൽ എപ്പോഴും കട്ട് കൊടുക്കണം കേട്ടോ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. ഞാൻ കട്ട് കൊടുത്തിട്ടില്ല, നമുക്ക് പെട്ടെന്ന് അതിലൊന്നും വെച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഞാൻ സ്ലീവും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങളും അടിച്ച് നമ്മൾ ഷേപ്പൊന്നും ചെയ്യാതെ തന്നെ അറ്റത്ത് കൂടി അടിച്ചതിന് ശേഷം ബാക്കി വരുന്ന കട്ട് പീസും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നായിട്ടൊന്ന് അടിക്കുക കേട്ടോ. താഴത്തും അതേപോലെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സാരി കൊണ്ട് ചെയ്ത, അല്ലെങ്കിൽ സാരീൻ്റെ മുന്താണി ഭാഗം കൊണ്ട് ചെയ്ത അടിപൊളി വെസ്റ്റേൺ ടച്ചിലുള്ള ഒരു ടോപ്പ്. ഇത് ജഗീൻ്റെ കൂടെ അതേപോലെ തന്നെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു ഹിജാബ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെസ്റ്റേൺ ടച്ചിലും നമുക്ക് നമ്മുടെ സാരി ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.